മാളമ്മേ, അങ്ങനെ ഇപ്പൊ തല്ലിയിട്ടും കുത്തിയിട്ടും ആരെയും അനുസരിപ്പിക്കണ്ട. മാളമ്മേ, വരണു മൂപ്പ. ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട. അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാന്നറിയോ? ആ കുളം കണ്ടില്ലേ, അതിന്റെ അടിയിലേക്ക്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പോകും. എന്റെ അമ്മാവൻ എന്ന് പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിരിക്കണെന്ന് അറിയോ? 1000. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായം തന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല, മനസ്സിലായോ? ഇനി മൂപ്പനെ വെറുപ്പിക്കണ്ട. ഇനി ആ കിഴവൻ ഈ മുറിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലും ഞാൻ അയാളെ. വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മാവന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം. മൂപ്പനെ വെറുപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ. അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ. നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും. നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും. മൂപ്പൻ മതിയെന്ന് പറയണത് വരെ അത് കൂടി കൂടി വരികയല്ലേ ഉള്ളൂ. കൂടട്ടെ. നിന്നെന്ന് ഞാൻ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത്? കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് ശബ്ദവും വിളി. അയ്യോ എന്റെ മൂപ്പ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്തു പറഞ്ഞു? ഇവിടേക്ക് വരുന്നോൾക്ക് അറിയില്ലേ? ഇനി ഇപ്പൊ പറയാലോ. അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ്, കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചു കയറ്റിയായിരുന്നു. മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്നാ. അത് ഇന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു, ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ? മൂപ്പനെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ? സങ്കടമുണ്ട്. ഈ 7 ശനി വന്ന് കയറി അന്നു തൊട്ട് സുലൈമാനും കൂട്ടരും മൂപ്പന്റെ പേരും പറഞ്ഞ് അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ? വെട്ടും കുത്തും. എന്റെ മോൻ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത്. നായന്മാരെ കൂട്ടാൻ പോയിട്ടല്ലേ? ആര് നായന്മാരെ കൂട്ടി? ഞാനോ? എന്റെ മോനോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്ന് പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക. ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ? ഇപ്പൊ ഈ നേരത്ത് ആരായത്? അയ്യോ, ആരെങ്കിലും വഴിതെറ്റി ഒന്ന് പെട്ടിട്ടുണ്ടാവും. എനിക്കിനി ഒന്നും പറയാനില്ല. മൂന്നാള് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ നായരെ പിടിയെടുത്തിക്കണം. 6 ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ്. ഇന്ന് ഈ വന്നവരെ കൂടി പേടി കാട്ടുവിട്ടാ പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല. ഞാൻ കാല് പിടിച്ച് പറയാണ്, എല്ലാം മൂപ്പൻ അറിയാലോ. ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവമ്മയോട് വൈരാഗ്യം വെക്കരുത്. 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. മാളുവമ്മയാ പറയണത്. അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. നിന്റെ വീട്ടിൽ വന്നവരെ മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിൽ വന്നവരാ അവര് നീ തന്നെ പോണ വഴിക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ, അതിലേക്ക് കൊണ്ടുപോയിക്കോ. സുലൈമാനൊപ്പം പോയിക്കോ. ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓരുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. ബൈക്ക് ആരും കശപ്പിച്ചുണ്ടാക്കാൻ വരരുത്. എന്താ ചങ്ങായത്? സുലൈമാനിക്കാണല്ലോ. നിങ്ങള് പോന്നോളി. എങ്ങോട്ട്? എങ്ങോട്ടാ നിങ്ങൾ വന്നത്? അങ്ങോട്ട് തന്നെ. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലേ? ഇനിയിപ്പൊ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. വേണ്ട. കുട്ടി, നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട പാടെ നിൽക്കുന്നത്? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്? വരിന്നേ.
3 ആൺകുട്ടികളല്ലേ നിങ്ങള്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവോ? ഞങ്ങളെ കൊണ്ടാക്കി തരാം. നിങ്ങളെ ബേജാറാവേണ്ട വരും ചേട്ടാ. അല്ലെങ്കിൽ ആയാലും വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ? പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു കുഴപ്പം? മൂപ്പം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തു കുഴപ്പം? പോവാ. മക്കളെ പിന്നെ എന്താടാ മോനെ? എന്താ പറഞ്ഞോ? പറഞ്ഞോ ഐദ്രോസേ? സുലൈമാനക്ക ഒന്നും പറയില്ല. അല്ല, ഞങ്ങള് പോരുന്നില്ല, ഇവിടെ നിക്കാണ്. ആ, ഇത്രേ ഉള്ളത്. നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ. എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? പഴണ്ട്. നീ എന്നാ ഒന്ന് നന്നാവുക എന്റെ കുട്ടി ശങ്കര? ഈ വിദ്വാന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ ഭേദം. നിന്ന് മിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ. ചായ ഉണ്ടാക്കാം, പിന്നെ ഇത്തിരി സമയം തന്നാ പത്തിരിയോ ദോശയോ ഉണ്ടാക്കാം. ഇറച്ചിയുണ്ടോ? ഏയ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇറച്ചി നായർ തപസ് ഇരുന്നാ നടക്കില്ല. അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യ. നിന്റെ മിടുക്കെന്ന് കാണണം. അല്ല, ആ, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കി ഒടുവിൽ പിന്നെ ഞാൻ പറയണ കണക്ക്. കണക്കൊക്കെ നീ അങ്ങ് വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്ക് അതും പറഞ്ഞ് നിൽക്കാൻ നേരമില്ല. നിങ്ങളെ ഏട്ടത്തി അനിയും തമ്മിൽ എന്ത് കണക്കാ എന്റെ നായരെ? നിങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ? പിന്നിപ്പ എന്താ? നിങ്ങളൊരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരൊക്കെയാ വീട്ടിൽ വരണത്, ആരൊക്കെയാ പോണത്, എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. 3 നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയും? അല്ല മാളു, വീട്ടിൽ വന്ന് കയറിയവര് ഇറങ്ങി പോകുമ്പോ എന്തിനാ അവർ പോകുന്നെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാ കഴിയില്ലേ? ഞാൻ ആരും വരണതും കണ്ടില്ല, പോണതും കണ്ടില്ല. ഓ, എളുപ്പം കഴിഞ്ഞല്ലോ. നിങ്ങൾ വരും. സുലൈമാനെ, ഒന്നിരിക്ക്, ഞാൻ ഇവരെ നിരുത്തിട്ട് വരാം. രണ്ടാം വട്ടോ 18ാം പടി. ശരണയ്യപ്പ സ്വാമിയേ. ദാ, ഇങ്ങോട്ടിരിക്കാം. ഓ, എത്തിയല്ലോ. നീയാ ഇവരെ അതൊന്നും പറഞ്ഞ് പേടിപ്പിച്ചിറക്കി വിട്ടത്? അല്ലമ്മ, ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നു പറഞ്ഞ ആർക്കാരാ അതിന്റെ മാനക്കേട്? ആർക്കാ അതിന്റെ ദോഷം? അല്ല, ഞാനിപ്പോ അറിഞ്ഞോ കാര്യങ്ങൾ ഇങ്ങനൊക്കെ വരാൻ പോണെന്ന്? സാധനം കിട്ടുവോ? കിട്ടും. ഇവിടെ ഉണ്ടോ? ഏയ്, ഇവിടെയോ? ഇവിടെ അതൊന്നും കിട്ടില്ല. ഇത് ചാലക്കുടിയിലെ തറവാട്ട് വീടാ. അതെ, എന്റെ പേരെന്താ? CK ഭാസ്കര മേനൻ. ഭാസിന്ന് വിളിക്കും. ബാസി, ഇവിടെ ഇല്ല പിന്നെ എവിടെ കിട്ടും? ഇവിടെ അടുത്ത് കിട്ടും. നാടനാ? ചിലപ്പോ ഫോറിനും കിട്ടിയെന്നിരിക്കും. നാടൻ എങ്ങനെയാ? തൽക്കാലം ഒരെണ്ണം വാങ്ങി നോക്കാല്ലേ? അതെ. എന്താ അത്? ഏതായാലും ഓടി പോയിട്ട് വാ. നന്നായിരിക്കണം അവരോട് പ്രത്യേകം പറയണ കേട്ടോ. ഭക്ഷണത്തിന് എന്താ വിശേഷിച്ച്? ഇപ്പോ സദ്യ ഒരുക്കാനൊന്നും നിൽക്കണ്ട. മാളും അതെ 2 കോഴി അഴിഞ്ഞ് വാങ്ങിപ്പിക്കണം. എന്നിട്ട് അവനെ നീറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അശ്ശോ, ഇത് വേണ്ടായിരുന്നല്ലോ. സ്റ്റൈലായിരിക്കണം. താങ്ക് യു മാഡം. എനിക്കുള്ളത് വരുന്നുണ്ട്. ആ സലാമലൈക്കും. സലാമലൈക്കും.
ഊരാൻ പറയും വെള്ളം വേണം. വെച്ചോ. വെള്ളം വെള്ളം. അയ്യോ ഭയങ്കര. കേട്ടോ ഒന്ന് മതി, ഒരു കൊച്ചു മതി. കാണാൻ പറ്റും. അവൾക്ക് അങ്ങനെയാ, ഒരു പാവാ. ഇഷ്ടം തോന്നിയാ പിന്നെ അങ്ങ് ഇഷ്ടാ. വക്കീലിന്റെ ടൈം എന്തായാലും വക്കീൽ നാളോട്ട് പെണ്ണാലോചിച്ച് നടക്കുകയാണല്ലോ. ഇനിയിപ്പോ അതങ്ങ് നിർത്താം, നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഒന്നുമില്ല, ഞാൻ നിന്നെ കല്യാണം പറയാം. പാവാ, ഇണങ്ങിയാ പിന്നെ അങ്ങ് ഇണക്കാം. അല്ലെങ്കിലേ അതുപോലെയാ. ആ ഡോ, ഡോ.